Good morning, students. Then second method of transportation problem, initial solution or optimal solution or initial cost of the optimal solution. The second method, least cost entry method or matrix minima method. It is a better solution than the earlier method. In this method, allocations are made in the cell with the smaller unit cost. It reduces the computation as well as the amount of time necessary to arrive at the optimal solution. നമ്മൾ പഠിച്ചതാണ് ഇനീഷ്യൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ ഒപ്റ്റിമൽ സൊല്യൂഷനിലെ സെക്കൻഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് നോർത്ത് കോസ്റ്റ് കോർണർ ഓർ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡാണ് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് വിളിക്കും മെട്രിക്സ് മിനിമ മെത്തേഡ്. Actually, this method better solution than earlier method. നോർത്ത് വെസ്റ്റ് കോസ്റ്റ് മെത്തേഡിനെക്കാളും ഏറ്റവും ഈസിയർ ആയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്. ഇറ്റ് ഈസ് എ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ആർ മെയ്ഡ് ഇൻ ദ സെൽസ് വിത്ത് ദ സ്മോളർ യൂണിറ്റ് കോസ്റ്റ്. ഓരോ സെൽസിനെയും സ്മോളർ യൂണിറ്റ് കോസ്റ്റിലെയാണ് എന്ത് കൺസിഡർ ചെയ്യുന്നത്? ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് കൺസിഡർ ചെയ്യുന്നത്. It reduces the computation as well as the amount of time necessary to arrive at an optimal solution. ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനിലൂടെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരുപാട് സ്റ്റെപ്സിലൂടെ പോവാതെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണുന്ന മെത്തേഡിനാണ് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് എന്ന് പറയുന്നത്. സോ സ്റ്റെപ്സ് ഓഫ് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ഒരു 5 സ്റ്റെപ്സ് ഉണ്ട് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡിന്. ഫസ്റ്റ്, സെലക്ട് ദ സെൽ വിത്ത് ദ ലോവസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓൾ റോസ് ഓർ കോളംസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ നിന്ന് ഏറ്റവും ചെറിയ കോസ്റ്റ് ഉള്ള ലോവസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉള്ള റോസും കോളംസും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. സെക്കൻഡ്, ഇഫ് ദർ ആർ 2 ലോവസ്റ്റ് സെയിം കോസ്റ്റ്, 2 ലോവസ്റ്റ് സെയിം കോസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 2 രണ്ടെണ്ണത്തിൻ്റെ വാല്യൂ 2 സെല്ലിൽ 2 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ വി ക്യാൻ സെലക്ട് ദ സെൽ ഫോർ അലോക്കേഷൻ ആർബിട്രറിലി എമംഗ് ദ ലോവസ്റ്റ് കോസ്റ്റ് സെൽ. അപ്പം നമ്മൾ അത് ആർബിട്രേറ്റിൽ തർക്കമൊന്നുമില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറയുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാം, അതിൻ്റെ അകത്ത് 2 സെല്ലിൽ ഒരേ വാല്യൂ ഉണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഉള്ള സെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്യും, ലോവസ്റ്റ് കോസ്റ്റ് സെല്ല് കൺസിഡർ ചെയ്യും. തേർഡ്, അസൈൻ മാക്സിമം യൂണിറ്റ് ഇൻ ദ ലോവസ്റ്റ് കോസ്റ്റ് സെൽ, എലിമിനേറ്റ് ദാറ്റ് ദ കോളംസ് ഓർ റോസ്. നമ്മൾ അസൈൻ ചെയ്യും, ആ ഒരു ലോവസ്റ്റ് കോസ്റ്റുള്ള സെല്ലിനെ അസൈൻ ചെയ്തിട്ട് അതിനകത്തുള്ള മാക്സിമം യൂണിറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് അസൈൻ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആ കോളത്തെ അല്ലെ ആ റോനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും, മുന്നേ ചെയ്തതുപോലെ തന്നെ. ഫോർത്ത്, കൺസിഡർ റെഡ്യൂസ്ഡ് മെട്രിക്സ് ടേബിൾ ആൻഡ് സെലക്ട് അനദർ ലോവസ്റ്റ് കോസ്റ്റ് സെൽ. നമ്മൾ മെട്രിക്സ് ടാബിൾസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും, ഓരോ കോളം റോസോ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും, എന്നിട്ട് മറ്റൊരു ലോവസ്റ്റ് സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഫിഫ്ത്ത്, കണ്ടിന്യൂ ദിസ് പ്രോസസ് ടിൽ ഓൾ അവൈലബിൾ ക്വാണ്ടിറ്റീസ് ആർ എസ്യൂസ്ഡ്. അവൈലബിൾ ക്വാണ്ടിറ്റി എസ്യൂസ് ചെയ്യുന്ന അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. ഫസ്റ്റ്, സെലക്ട് ദ സെൽ വിത്ത് എ ലോവസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓൾ റോസ് ഓർ കോളംസ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ട്രാൻസ്പോർട്ടേഷൻ ടേബിളിൽ ലോവസ്റ്റ് കോസ്റ്റ് വരുന്ന റോസും കോളംസും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. സെക്കൻഡ്, ഇഫ് ദർ ആർ 2 ലോവസ്റ്റ് സെയിം കോസ്റ്റ്, 2 സെയിം കോസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആർബിട്രേജറി വഴി അല്ലെ തർക്കമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് വരുന്ന ലോവസ്റ്റ് കോസ്റ്റോ ലോവസ്റ്റ് റോയോ സെലക്ട് ചെയ്യും. തേർഡ്, അസൈൻ മാക്സിമം യൂണിറ്റ് ഇൻ ദ ലോവസ്റ്റ് കോസ്റ്റ് സെൽ. നമ്മളത് മാക്സിമം യൂണിറ്റ് ഉള്ള ലോവസ്റ്റ് കോസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തിട്ട് എലിമിനേറ്റ് ദ കോളംസ് ഓർ റോസ്, കോളംസും റോസും നേരത്തെ ചെയ്ത പോലെ എലിമിനേറ്റ് ചെയ്യും. ഫോർത്ത്, കൺസിഡർ റെഡ്യൂസ് ദ മെട്രിക്സ് ടേബിൾ കൺസിഡർ റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് സെലക്ട് ദ ലോവസ്റ്റ് കോസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യും. ഫിഫ്ത്ത്, കണ്ടിന്യൂ ദിസ് പ്രോസസ് ടിൽ ഓൾ ദ അവൈലബിൾ ക്വാണ്ടിറ്റീസ് ആർ എക്സ്യൂസ്ഡ്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒഴിവാക്കുന്നത് വരെ അല്ലെ ക്യാൻസൽ ചെയ്യുന്നവരെ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. സോ നമ്മൾ പറഞ്ഞത് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ഓർ മാട്രിക്സ് മിനിമ എന്നാ പറയാ, മിനിമ മെത്തേഡ് അല്ലെ മിനിമം മെത്തേഡ്. ഇറ്റ് ഈസ് എ ബെറ്റർ സൊല്യൂഷൻ ദാൻ ദ ഏർലിയർ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് അലോക്കേഷൻസ് ആർ മെയ്ഡ് ഇൻ ദ സെൽസ് with the smaller unit cost. It reduces the computation as well as the amount of time necessary to arrive at an optimal solution. Steps:
First select the cell with a lowest transportation cost. All the rows and columns of the transportation. Next, if there are two lowest same cost, we can select the cell for allocation arbitrarily among the lowest cost cell. Next, assign maximum unit in the lowest cost cell. Eliminate the column or rows. Fourth, consider reduced matrix table and select another lowest cost cell. Fifth, continue this operation till all the available quantities are exhausted. Then first question, find the initial feasible solution to the following transportation problem by using lowest cost method. D1, D2, D3, D4 supply. These are the columns. O1, O2, O3 demand. These are rows. So column wise D1, 1, 4, 0. Demand 4. D2, 2, 3, 2. Demand 6. D3, 3, 2, 2. Demand 8. D4, 4, 0, 1, 6. 4, 0, 1. Demand 6. Supply 6, 8, 10. So demand and supply is equal to 24. Now find the initial questions one more. Initial solution കാണാൻ പറയാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ലോവസ്റ്റ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാണാൻ പറയാണ്. D1, D2, D3, D4 നമ്മളെ കോളംസ് ആണ്. സപ്ലൈ ഉണ്ട്. O1, O2, O3 റോസ് ഉണ്ട്. ഡിമാൻഡും ഉണ്ട്. ആദ്യം നമുക്ക് കോസ്റ്റിൽ തന്നത് ലീസ്റ്റ് കോസ്റ്റ് കാണാനാണ്. ഫസ്റ്റ് സിഗ്മ ഡി ഐ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ജെ ഈസ് ഈക്വൽ ടു 24. സിഗ്മ ഡി എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് മൊത്തവും സപ്ലൈ മൊത്തവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 24. 6, 4, 6, 8, 6, 24 വരും. 6, 8, 10 ഇത് മൂന്നും കൂടി ആഡ് ചെയ്താലും 24 വരും. സോ there exists a feasible solution. There are two lowest cost. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ലീസ്റ്റ് മെത്തേഡ് ആണ് കാണാൻ പറയുന്നതെങ്കിൽ ടേബിളിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കാം. അപ്പൊ D1 എന്ന് പറയുന്ന ഒരു കോളത്തിൽ വാല്യൂ 140 ഉണ്ട്. അവിടെ ഒരു 0 അല്ലേ ഏറ്റവും കുറഞ്ഞ വാല്യൂ. D2 എന്ന് പറയുന്നത് 232 ഉണ്ട്. അവിടെ 2 ആണ് കുറഞ്ഞ വാല്യൂ. D3യിൽ 322 ഉണ്ട്. 2 കുറഞ്ഞ വാല്യൂ. D4ൽ 401 0 ആണ് കുറഞ്ഞ വാല്യൂ. അപ്പൊ ഏറ്റവും ഈ ഒരു ടേബിളിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ അതാ 0 ആണ്. അപ്പൊ 0 എവിടെയൊക്കെ വരുന്നുണ്ട്? D1, O3 എന്ന് പറയുന്ന സെല്ലിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് D4, O2 എന്ന് പറയുന്ന സെല്ലിൽ വരുന്നുണ്ട്. അപ്പൊ രണ്ട് സെല്ലിൽ 0 വരുന്നുണ്ട്. അപ്പൊ രണ്ട് സെല്ലിൽ 0 വരുന്നുണ്ടെങ്കിൽ ടീച്ചർ നേരത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വരുന്നതിന് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് സെൽ ഏതാ? D1, O3 ആണ് അല്ലെ. D1, O3യിലെ വാല്യൂ 0 ആണ്. സോ സെലക്ട് ദ സെൽ D1, O3 ആൻഡ് അലോക്കേറ്റ് ഈസ് മെയ്ഡ് വിത്ത് മിനിമം. എന്തായിരുന്നു ഒന്നാമത്തെ സ്റ്റെപ്പ്? ടേബിളിൽ ഏറ്റവും ചെറിയ വാല്യൂ സെലക്ട് ചെയ്യുക. ഏറ്റവും ചെറിയ വാല്യൂ 0 ആണ്. 0 നമ്മൾ സെലക്ട് ചെയ്ത് സെല്ല് D1, O3 ആണ്. ആൻഡ് അലോക്കേഷൻ ഈസ് മെയ്ഡ് വിത്ത് മിനിമം. അപ്പോൾ D1ലെ ഡിമാൻഡ് എത്രയാ? 4. O3 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ എത്രയാ? 10. അതിന്റെ വാല്യൂ ആണ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതിയത് 10, 4. ആ 10, 4ലെ മിനിമം എടുക്കാം. 10, 4ലെ മിനിമം ഏതാ? 4. സോ ഹയസ്റ്റ് കോസ്റ്റ് ഇൻ D1 4, O3 10. എന്നിട്ട് നമുക്ക് 4 വെച്ചിട്ട് അലോക്കേഷൻ ടേബിൾ വരക്കാം. കാരണം മിനിമം 4 അല്ലേ. സോ അലോക്കേഷൻ ടേബിൾ 1 D1, D2, D3, D4 സപ്ലൈ എഴുതും. D1 O1, O2, O3. അപ്പൊ D1 എന്ന് പറയുന്ന കോളത്തിൽ 140 ഉണ്ട്. D2ല് 232 ഉണ്ട്. D3ല് 322 ഉണ്ട്. D4ല് 401 ഉണ്ട്. നമ്മൾ സാധാരണ മെട്രിക്സ് എഴുതുന്ന പോലെ തന്നെ അപ്പർ ലെഫ്റ്റിൽ നിന്ന് നമ്മളൊരു ഒരു ഹാഫ് ആയിട്ടുള്ള സ്ക്വയർ ഇട്ട് കൊടുക്കണേ. അതെല്ലാത്തിനും നിർബന്ധമാണ്. ട്രാൻസ്പോർട്ടേഷനിലെ കംപ്ലീറ്റ് പ്രോബ്ലത്തിലും ടേബിളിലും മെട്രിക്സിൽ അങ്ങനെ ഒരു സംഭവം, ഒരു സൈൻ ആവശ്യമാണ്. സോ O1, O2, O3 എന്ന് പറയുന്ന 3 റോ. ഇനി D1ൽ 140, D2ൽ 232, D3യുടെ വാല്യൂ 322, D4ന്റെ വാല്യൂ 401. ഇനി സപ്ലൈ എന്തൊക്കെ? 6, 8, 10. താഴെ ഡിമാൻഡ് എഴുതും. റോയില് ഡിമാൻഡ് 4, D1 4, D2 6, D3 8, D4 6. അപ്പൊ നമ്മൾ നോക്കും D1 എന്ന് പറയുന്ന കോളത്തില് D1, O3 സെല്ലാണ് നമ്മൾ നോട്ട് ചെയ്തത്. കാരണം ഏറ്റവും കുറവ് വാല്യൂ 0 ആണല്ലോ. 0 നമ്മൾ ഡിമാൻഡ് 4, D1ലെ ഡിമാൻഡ് 4. അപ്പൊ നമ്മൾ നോക്കേണ്ടത് സപ്ലൈയിൽ D1 എന്ന് പറയുന്ന കോളത്തിലെ ഡിമാൻഡ് 4 ആണ്. ഇനി O3 അല്ലേ വാല്യൂ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ആ O3 എന്ന് പറയുന്ന ഇതിൽ സപ്ലൈ എത്രയുണ്ട് നോക്കൂ. O3യിലെ സപ്ലൈ എത്രയുണ്ട്? O3 എന്ന് പറയുന്ന റോയില് നോക്കൂ, നേരെ നോക്കൂ. സപ്ലൈ 10 ഇല്ലേ.
സപ്ലൈ 10 ഉണ്ട്. അപ്പൊ സപ്ലൈ 10 ഉണ്ട്, ഡിമാൻഡ് 4 ഉണ്ട്. നമുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാം. കാരണം സപ്ലൈ 10 ഉള്ളൂ, 10 ഉണ്ട്, ഡിമാൻഡ് 4 ഉള്ളൂ, അലോട്ട് ചെയ്ത് കൊടുക്കാം. സോ ഏത് കോളത്തിലാണ് അലോട്ട് ചെയ്യുക? ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഉള്ള D1O3 അലോട്ട് ചെയ്യും. 4 റൗണ്ട് ചെയ്യും. 4 പോയി. അപ്പോൾ 4 പോയപ്പോൾ D1 കോളം ഇനി ഉണ്ടാവോ? D1 ഡിമാൻഡ് ക്യാൻസൽ ചെയ്ത്. അതുപോലെ തന്നെ സപ്ലൈയിൽ 10 4 പോയി. ഇനി എത്ര ഉണ്ടാവുള്ളൂ? 6 ബാക്കി ഉണ്ടാവുള്ളൂ. സോ 4 സാറ്റിസ്ഫൈസ് ദ ഡിമാൻഡ് ഫ്രം അറ്റ് എ ഡെസ്റ്റിനേഷൻ. അവിടെ നമുക്ക് 4 സാറ്റിസ്ഫൈ ചെയ്യാണ്. D1 ആൻഡ് വി ഡിലീറ്റ് D1 കോളം. അതുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ D1 കോളം ഡിലീറ്റ് ചെയ്യും. ഫ്രം ദ ടേബിൾ ഇൻ ദ എസ് യു സ്റ്റഡ്. അതിനകത്തുനിന്ന് ടേബിളിൽ നിന്ന് D1 പോവും. ഇനി അലോക്കേഷൻ ടേബിൾ 2 വരക്കും. അലോക്കേഷൻ ടേബിൾ 2 വരക്കും. അലോക്കേഷൻ ടേബിൾ 2 വരക്കുന്നതിന് മുന്നേ അടുത്ത ലീസ്റ്റ് വാല്യൂ ഏതാ നോക്കണം. ഒരു 0 നമ്മൾ എടുത്തിട്ടുള്ളൂ. അടുത്തൊരു ഈ ടേബിളിൽ ഒരു 0 കൂടി കാണുന്നില്ലേ? ഏത് സെല്ലിലാണ് ഉണ്ടാവുക? D4O2 എന്ന് പറയുന്ന സെല്ലിൽ. D4O2 എന്ന് പറയുന്ന സെല്ലിൽ ഒരു 0 ഉണ്ട്. അപ്പൊ അടുത്ത വാല്യൂ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് D4O2ലാണ് അല്ലെ? അടുത്ത മിനിമം വാല്യൂ D4O2 അല്ലേ? അതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ് ടീച്ചർ ഇവിടെ എഴുതിയത്. സെക്കൻഡ് അലോക്കേഷൻ ഈസ് മെയ്ഡ് ഇൻ ദ സെൽ. ഏതാ സെല്ല്? D4O2. O2, D4 വിത്ത് ദി മിനിമം. അതിന്റെ വാല്യൂ നോക്കൂ. D4ന്റെ സപ്ലൈ എത്രയാ? 8. അതുപോലെ തന്നെ D4 എന്ന് പറയുന്ന ആ D4O2 എന്ന് പറയുന്ന സെല്ലിന്റെ O2 അല്ലെങ്കിൽ സപ്ലൈ എത്ര? 6. D4ന്റെ ഡിമാൻഡ് എത്ര? D4ന്റെ സപ്ലൈ എത്ര? 8. D4 എന്ന് പറയുന്ന 0 എന്ന് പറയുന്ന D4O2 എന്ന് പറയുന്ന സെല്ലിലെ O2 എന്ന് പറയുന്ന റോയില് സപ്ലൈ 8ഉം ഡിമാൻഡ് എത്ര? 6ഉം. അപ്പൊ നമ്മൾ അതവിടെ എഴുതണം. സോ സെക്കൻഡ് അലോക്കേഷൻ ഈസ് മെയ്ഡ് ഇൻ ദ സെൽ D4O2 വിത്ത് മിനിമം 8, 6. 8ഉം 6ലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ദാറ്റ് ഈസ് 6. O2 മാക്സിമം, D4 മാക്സിമം നമ്മൾ എഴുതിയിട്ടുണ്ട്. ദ ബാലൻസ് ഈസ് സപ്ലൈ റിലേറ്റഡ് വിത്ത് ഡിമാൻഡ് ഈസ് 6. അപ്പൊ നമുക്ക് ഡിമാൻഡ് 6 ആണ്. ദാറ്റ് ഈസ് 10 - 4. ആഫ്റ്റർ ദ അലോക്കേഷൻ ബാലൻസ് ഈസ് സപ്ലൈ O2 2. O2 2 ഉണ്ടാവുള്ളൂ, കാരണം 8 - 6 ആണ്. സോ അടുത്ത നോക്കട്ടെ. അപ്പൊ അലോക്കേഷൻ ടേബിൾ 2 വരച്ചു. 2ല് എന്തൊക്കെ? D1 ഉണ്ടാവോ? D1 ക്യാൻസൽ ആയി പോയി. D2, D3, D4. സപ്ലൈ 6, 8, 6. O1, O2, O3. D2 വാല്യൂ 2, 3, 2. D3 വാല്യൂ 3, 2, 2. D4 വാല്യൂ 4, 0, 1. അപ്പൊ ഈ ടേബിളിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 0 ആണ്. ഇപ്പൊ 0 എന്ന് പറയുന്നത് ഏത് സെല്ലിലാണ് ഉണ്ടാവുക? D4O2 എന്ന് പറയുന്ന സെല്ലിൽ. അപ്പൊ D4O2 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ അടുത്തത് അലോട്ട് ചെയ്യണം. ഇനി D4O2 എന്ന് പറയുന്ന സെല്ലിൽ നോക്കൂ. D4 ഡിമാൻഡ് എത്രയാന്ന് നോക്ക്. D2 ഡിമാൻഡ് 6, D3 ഡിമാൻഡ് 8, D4 ഡിമാൻഡ് 6. അപ്പൊ ആ 6 നമുക്ക് കൊടുക്കാം. ഏത് സെല്ലിൽ? D4O2 എന്ന് പറയുന്ന ഞാൻ റൗണ്ട് ചെയ്ത സെല്ലിൽ. അപ്പൊ അവിടെ വാല്യൂ 0 അല്ലേ? അപ്പൊ നമ്മൾ നോക്കണം, ഡിമാൻഡ് 6 ഉണ്ട്. അപ്പൊ ആ റോയില് സപ്ലൈ എത്രയുണ്ട് നോക്കണം. O2 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ എത്രയാ? 6, 8, 6. O2 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ 8 ആണ്. അപ്പൊ 8 സപ്ലൈ ഉണ്ട്, നമുക്ക് 6 ഡിമാൻഡ് ഉള്ളൂ. അപ്പൊ നമുക്ക് 6 എന്ത് ചെയ്യാൻ കൊടുക്കാം? 6 അവിടെ D4O2 എന്ന് പറയുന്ന സെല്ലില് 6 റൗണ്ട് ചെയ്യാം. 6 റൗണ്ട് ചെയ്ത് അപ്പോ D4 എന്ന് പറയുന്ന സെല്ല് ക്യാൻസൽ ആയി പോയി. അതാണ് മേലെ പറഞ്ഞത്. D4 സെല്ല് ക്യാൻസൽ ആയി, കാരണം 6 ഡിമാൻഡ് ഉള്ളൂ, 6ഉം കൊടുത്ത്. അപ്പൊ D4 ഇനി ഇല്ല. ഇനി അലോക്കേഷൻ ടേബിൾ 3ന്റെ മുകളിൽ എഴുതണം. സോറി, എന്നോട് എഴുതാൻ വിട്ടുപോയതാണ്. D4 ക്യാൻസൽ ആയി. ഇനി ഏതൊക്കെ സെല്ല് ഉണ്ടാവും? ഫസ്റ്റ് സെല്ല് ഫസ്റ്റ് കോളം D2, സെക്കൻഡ് കോളം D3. ഫസ്റ്റ് കോളം D2, സെക്കൻഡ് കോളം എന്താ ഉണ്ടാവുക? D3 ആണ് ഉണ്ടാവുക. ഇനി O1, O2, O3 എന്ന് പറയുന്ന 3 റോ ഉണ്ടാവും. അപ്പുറത്തെ സപ്ലൈ 6, 2, 6 ഉണ്ടാവും. ഇനി D2 വാല്യൂ ഇതൊക്കെ 2, 3, 2. D3 വാല്യൂ 3, 2, 2. D2 ഡിമാൻഡ് 6, D3 ഡിമാൻഡ് 8. ഇനി O1 സപ്ലൈ 6, O2 സപ്ലൈ 2 എങ്ങനെ കിട്ടിയത്? 8ൽ നിന്ന് 6 പോയി, അപ്പൊ ബാലൻസ് എത്രയുള്ളൂ? 2. O3 6, അങ്ങനെ 14 ആണ് വാല്യൂ. ഈ ഒരു ടാബിൾ നോക്കുമ്പോൾ, ഈ ഒരു അലോക്കേഷൻ ടേബിൾ 3 നോക്കുമ്പോൾ, ഇനി ഈ ഒരു 3ലെ ഏറ്റവും മിനിമം വാല്യൂ ഏതാ? 2, 3, 3, 2, 2, 2 ഉണ്ട്. അപ്പൊ മിനിമം വാല്യൂ ഏതാ? 2 ആണ്. എത്ര 2 ഉണ്ട്? 1, 2, 3, 4, 4 2 ഉണ്ട്. അപ്പൊ 4 ഒരേ വാല്യൂ. മിനിമം കോസ്റ്റ് 2 ആണ്. 4ലും മിനിമം കോസ്റ്റ് 2 ആണ്. അപ്പൊ 2 ആകുമ്പോൾ നമ്മൾ ടീച്ചറിന് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും, ഏറ്റവും ഫസ്റ്റ് ഉള്ളത് തർക്കമില്ലാണ്ട് എടുക്കാം, ഏതും എടുക്കാം, പക്ഷെ ഏറ്റവും ഫസ്റ്റ് ഉള്ളത് നമുക്ക് എടുക്കാം. ഏറ്റവും ഫസ്റ്റ് ഉള്ള സെല്ല് ഏതാ? D2O1 ആണ് അല്ലേ? D2 അതിന്റെ മുകളിൽ എഴുതണേ. ഫസ്റ്റ് കോളത്തിന്റെ മുകളിൽ D2, അടുത്ത കോളത്തിന്റെ മുകളിൽ D3. അപ്പൊ D2O1 ആണ് ഫസ്റ്റ് സെല്ല്.
അപ്പോൾ D2O1ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് അവിടെ അലോട്ട് ചെയ്ത് കൊടുക്കാം. എവിടെ അലോട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഫസ്റ്റിൽ അലോട്ട് ചെയ്യാം. D2O1ന് അലോട്ട് ചെയ്ത് എത്രയാണ് ഡിമാൻഡ്? D2 കുളത്തിലെ ഡിമാൻഡ് 6. അപ്പോൾ നമുക്ക് 6 അലോട്ട് ചെയ്യാൻ സപ്ലൈ ഉണ്ടോ നോക്കാം. നോക്കുമ്പോൾ O1 സപ്ലൈ എത്ര തന്നെ ഉണ്ട്? 6 ഉണ്ട്. അപ്പോൾ O1 6 അലോട്ട് ചെയ്ത് ഡിമാൻഡ് കൊടുക്കാം. അപ്പോൾ D2O1 എന്ന് പറഞ്ഞ സെല്ല് നമ്മൾ 6 റൗണ്ട് ചെയ്യും. 6 റൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിമാൻഡ് 6 ആയിരുന്നു ഉണ്ടായിരുന്ന D2. അപ്പോൾ D2 ഇനി ഉണ്ടാവുമോ? D2 ക്യാൻസലായി. അതുപോലെ O1 സപ്ലൈ എത്രയായിരുന്നു? 6 ആണ്. O1 സപ്ലൈ 6 കൊടുത്തല്ലോ, ഇനി O1 ഉണ്ടാവോ? ഇല്ല. അപ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ? D3 എന്ന് പറയുന്ന ഒരു കോളവും O2 O3 എന്ന് പറയുന്ന 2 റോയേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ എഴുതിയത്. സോ ഇൻ ദിസ് ടേബിൾ 3 സെൽ O1 D2 ഉണ്ടോ? O1 D2 ഞാനിപ്പോൾ പറഞ്ഞത് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഈസ് സെലക്റ്റഡ് ആൻഡ് മാക്സിമം യൂണിറ്റ് ഈസ് അലോക്കേറ്റഡ്. മാക്സിമം യൂണിറ്റ് അലോക്കേറ്റ് ചെയ്ത് നൗ O1 ഈസ് എസ്യൂസ്റ്റഡ്. അപ്പം നമ്മൾ O1 എന്ന് പറയുന്ന ഈ ഒരു റോ എന്ത് ചെയ്ത് ക്യാൻസൽ ആയിപ്പോവും. ഉണ്ടാവോ O1 റോ ക്യാൻസൽ ആയിപ്പോവും. കൂടാതെയോ ആൻഡ് ഡിലീറ്റഡ്. ലൈക്ക് വൈസ് D2 എന്ന് പറയുന്നതിൻ്റെ ഡിമാൻഡ് എത്രയേ ഉണ്ടായിരുന്നുള്ളൂ? 6 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ D2ൻ്റെ ഡിമാൻഡ് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി D2 ഉണ്ടാവുമോ? ഇല്ല. സോ D2 ആൾസോ ഡിലീറ്റഡ്. അപ്പോൾ അലോക്കേഷൻ ടേബിൾ 3 നിന്ന് O1 എന്ന് പറയുന്ന റോ ഡിലീറ്റ് ചെയ്ത്, കാരണം 6 സപ്ലൈ ഉള്ളൂ, 6 കൊടുത്തു. അതുപോലെ തന്നെ D2 എന്ന് പറയുന്ന കോളം ഡിലീറ്റ് ചെയ്ത്, കാരണം 6 ഡിമാൻഡ് ഉള്ളൂ, 6 കൊടുത്തു. അപ്പോൾ ഇനി എന്തില്ല? O1 എന്ന് പറയുന്ന കോളം ഡിലീറ്റ് ചെയ്ത്, റോ ഡിലീറ്റ് ചെയ്ത്, D2 എന്ന് പറയുന്ന കോളം റിലീറ്റ് ചെയ്ത്. ഇനി എന്തൊക്കെയുള്ളൂ? D3 എന്ന് പറയുന്ന കോളം ഉണ്ട്, O2 എന്ന് പറയുന്ന റോയും O3 എന്ന് പറയുന്ന റോയും. അതുകൊണ്ട് നമുക്ക് അടുത്ത ടാബിൾ വരയ്ക്കാം. അലോക്കേഷൻ ടേബിൾ 4 വരച്ച്, അലോക്കേഷൻ ടേബിളിൽ ഒറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതാ കോളം? D3 മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ 2 റോ ഉണ്ടാവും. ഏതൊക്കെ? O2 O3 ഉണ്ടാവും. വാല്യൂ D3യുടെ വാല്യൂ 2 വരും. O2 O3. അതുപോലെ സപ്ലൈ 2 6. O2 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ 2, O3 എന്ന് പറയുന്ന റോയിലെ സപ്ലൈ 6, ഡിമാൻഡ് 8. അപ്പം നമുക്ക് അലോക്കേഷൻ ടേബിൾ 4 വരച്ചപ്പോൾ നമ്മൾ നോക്കേണ്ടത് മൊത്തം ഡിമാൻഡ് എത്രയാണ്? D3യുടെ മൊത്തം ഡിമാൻഡ് 8 ആണ്. അപ്പം 8 നമുക്ക് അലോട്ട് ചെയ്യണം. 8 അലോട്ട് ചെയ്യാൻ ഫസ്റ്റ് D3 O2 എന്ന് പറയുന്ന സെല്ല്, ആദ്യത്തെ സെല്ല് D3 O2 എന്ന് പറയുന്ന സെല്ലിൽ സപ്ലൈ എത്രയേ ബാക്കിയുള്ളൂ? 2. അത് നമ്മൾ ആദ്യം അലോട്ട് ചെയ്യും. അപ്പം 2 എടുത്ത് റൗണ്ട് ചെയ്യും. ഇനി അടുത്തത് D3 O3 എന്ന് പറയുന്ന സെല്ല്, അതിനകത്ത് സപ്ലൈ എത്രയുണ്ട്? 6 ഉണ്ട്. അപ്പം നമ്മളെ ഡിമാൻഡ് ആദ്യം 8 ആണ്. അപ്പം നമ്മൾ ആദ്യം D3 O2 കൊടുക്കും, 2 കൊടുക്കും. അപ്പം 8ൽ നിന്ന് 2 സപ്ലൈയെ കിട്ടിയിട്ടുള്ളൂ. ബാലൻസ് 6 ഡിമാൻഡ് ഇനിയും ബാക്കിയുണ്ട്. ആ 6 ഡിമാൻഡ് അടുത്ത സെല്ലിൽ കൊടുക്കും, D3 O3യിൽ. അപ്പോൾ ആ സപ്ലൈ അവിടെ 6 ഉണ്ട്. 6 അപ്പോൾ 6 + 2 8 സപ്ലൈയും കിട്ടി, 8 ഡിമാൻഡ് കിട്ടി. നമുക്ക് ഫീസിബിളായി. ഇനി നമുക്ക് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ടേബിൾ വരക്കാം. നമുക്ക് വേണമെങ്കിൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ടേബിൾ എന്ന് വരക്കാം. ഓരോ സെല്ലിലും നമ്മൾ ആദ്യം എടുത്ത സെല്ല് നോക്കാം. അലോക്കേഷൻ ടേബിൾ 1ൽ നമ്മൾ ഏത് സെല്ലിലാണ് എടുത്തത്? D1 O3യിൽ 4 അലോട്ട് ചെയ്ത്. ഇനി അലോക്കേഷൻ 2ൽ D4 O2യിൽ 6 അലോട്ട് ചെയ്ത്. അലോക്കേഷൻ ടേബിൾ 3ൽ D2 O1 അലോട്ട് ചെയ്ത്. അലോക്കേഷൻ ടേബിൾ 4ൽ D3 O2 അലോട്ട് ചെയ്ത്, D3 O3 അലോട്ട് ചെയ്ത്. ആ അലോട്ട് ചെയ്തൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാം. സോ അലോക്കേഷൻ ടേബിൾ വരക്കാം. D1 D2 D3 D4 കോളം വരക്കാം. O1 O2 O3 റോ വരക്കാം. ഇനി D1 ടീച്ചർ കോളം വൈസിൽ വായിക്കാം. D1 വാല്യൂ 1 4 0, D2 2 3 2, D3 3 2 2, D4 4 0 1. ഇനി പുറത്ത് സപ്ലൈ എഴുതാം. 6 8 10. താഴെ റോയിലെ ഡിമാൻഡ് എഴുതാം. D1 4, D2 ഡിമാൻഡ് 6, D3 8, D4 6, ടോട്ടൽ 24. ഇത്രയും എഴുതി കഴിയാം. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച ഓരോ അലോക്കേഷൻ ടേബിളിലും അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത വാല്യൂ നോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത D1 O3 എന്ന് പറയുന്ന സെല്ലിലാണ്. അവിടുത്തെ വാല്യൂ 0 ആണ്. അലോക്കേറ്റ് ചെയ്ത 4 റൗണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ റൗണ്ട് ചെയ്യാം. ഇനി അടുത്ത് അലോക്കേറ്റ് ചെയ്ത D4 O2 എന്ന് പറയുന്ന സെല്ല്, D4 O2 സെല്ലിൽ 6, അത് റൗണ്ട് ചെയ്ത്. നെക്സ്റ്റ് അലോക്കേറ്റ് ചെയ്തത് D2 O1 എന്ന് പറയുന്ന സെല്ലിലാണ്. അലോക്കേഷൻ ടേബിൾ 3 എടുത്ത് നോക്കിയാൽ D2 O1, അവിടെ 6 അലോട്ട് ചെയ്ത്. നെക്സ്റ്റ് അലോട്ട് ചെയ്തത് അലോക്കേഷൻ ടേബിൾ 4ലാണ്. D3 O2ൽ 2ഉം D3 O3ൽ 4ഉം, D3 O3ൽ 6ഉം. അപ്പോൾ നമ്മൾ
ഫസ്റ്റ് അലോട്ട് ചെയ്ത D1 O1 4, D4 O2 6, D2 O1 6, D3 O2 2, D3 O3 6 അലോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റൗണ്ട് ചെയ്ത ഓരോ സെല്ലിലും റൗണ്ട് ചെയ്ത ഫിഗർ ഇല്ലേ, ആ റൗണ്ട് ചെയ്ത ഫിഗർ എല്ലാം കൂടി ആഡ് ചെയ്താൽ 24 കിട്ടണം. നോക്കാം, 4 + 6 10, 10 + 6 16 + 2 18 + 6 24 കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണോ നോക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അതെവിടെയും കാണിക്കണ്ട, റൗണ്ട് ചെയ്ത എല്ലാ ഫിഗറും ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും കിട്ടിയ ആ വാല്യൂ കിട്ടണം. 24 അല്ലേ ടോട്ടൽ സപ്ലൈയും ഡിമാൻഡും, അത് ഈക്വൽ ആണെങ്കിൽ കറക്റ്റ് ആണ് ചെയ്തതെന്ന് അർത്ഥം. ഇനി നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണണം. സോ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം? നമ്മൾ തന്ന ഈ ടേബിളില് ഓരോ അലോട്ട് ചെയ്ത അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റും നമ്മൾ അലോട്ട് ചെയ്ത വാല്യൂയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 4 + 2 × 6 + 2 × 2 + 2 × 6 + 0 × 6, ഇതാണ് അലോക്കേഷൻ കോസ്റ്റ് വരിക. സോ ടോട്ടൽ ടി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ ചുരുക്കി വിളിക്കുന്നതാണ്. ടോട്ടൽ ടി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 0 × 4 + 2 × 6 + 2 × 2 + 6 × 2 + 6 × 0 ഈസ് ഈക്വൽ ടു 28. ലീസ്റ്റ് കോസ്റ്റ് ആയതുകൊണ്ട് എപ്പോഴും ചെറിയ എമൗണ്ടാണ് വരിക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ ഏറ്റവും ചെറിയ കോസ്റ്റ് എത്രയാണ്? 28 ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ലോവസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ ടേബിളിലെ ഏറ്റവും കുറവ് വാല്യൂകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു ടേബിളിലെ ഏറ്റവും വലിയ കുറവ് വാല്യൂ 0 ആണ്. 0 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ആദ്യത്തെ 0നെ നമ്മൾ ആദ്യം പരിഗണിക്കുക, D1 O3 എന്ന് പറയുന്ന 0. എന്നിട്ട് രണ്ടാമത്തത് അടുത്ത 0നെ പരിഗണിക്കുക, D4 O2 എന്ന് പറയുന്ന 0. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് σDi = σSj, രണ്ടിനും ഡിമാൻഡും സപ്ലൈയും 24 ആണെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ ആണെന്ന് കാണും. എന്നിട്ട് ഇതിന്റെ ലോവസ്റ്റ് കോസ്റ്റ് കാണുക. ഫസ്റ്റ് ലോവസ്റ്റ് കോസ്റ്റ് D1 O3 ആണ്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഏതൊക്കെയാന്ന് നോക്കുക. D1ലെ ഡിമാൻഡ് 4ഉം O3ന്റെ സപ്ലൈ 10ഉം. ആ ഇതിലെ ഏറ്റവും മിനിമം വാല്യൂ ആയ 4 എടുക്കുക. എന്നിട്ട് നമ്മൾ അലോക്കേഷൻ ടേബിൾ 1 എഴുതുക. D1 D2 D3 എന്ന് പറയുന്ന കോളം വരയ്ക്കുക, സപ്ലൈ അപ്പുറത്ത് വരയ്ക്കുക, O1 O2 O3 എന്ന് പറയുന്ന റോ വരയ്ക്കുക, ഡിമാൻഡ് താഴെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് D1 O3 അല്ല ഏറ്റവും ചെറിയ വാല്യൂ, ആ വാല്യൂവിൻ്റെ അകത്ത് നമ്മൾ ആദ്യം D1 എന്ന് പറയുന്ന കോളത്തിലെ ഡിമാൻഡ് എത്രയാ? 4 അലോട്ട് ചെയ്ത് കൊടുക്കുക. 4 അലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൊരു കാര്യം, O3 എന്ന് പറയുന്ന റോയില് സപ്ലൈ 10 അതിന് എടുക്കാനുണ്ടോ നോക്കാം. അപ്പൊ സപ്ലൈ 10 ഉണ്ട്, ഡിമാൻഡ് 4 ഉള്ളൂ, അത് അലോട്ട് ചെയ്ത്. ഡിമാൻഡ് 4 അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ D1ലെ മുഴുവൻ അലോട്ട് ചെയ്ത് കൊടുത്താൽ അതിന് D1 ഉണ്ടാവില്ല. അപ്പൊ D1നെ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. D1നെ ക്യാൻസൽ ചെയ്യും. അടുത്ത നമ്മൾ ടേബിൾ നോക്കും. ടേബിൾ നോക്കിയിട്ട് അടുത്ത വാല്യൂ ഏതാ നോക്കും. സോ D4 O2 ആണ് അടുത്ത ലോവസ്റ്റ് വാല്യൂ. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ അലോക്കേഷൻ ടേബിൾ 2 വരക്കും. D1 ക്യാൻസൽ ആയി D2 D3 D4 വരക്കും. O1 O2 O3 വരക്കും. സപ്ലൈ പുറത്തെഴുതും, ഡിമാൻഡ് താഴെ എഴുതും. എന്നിട്ട് നമ്മൾ D4 O2 ആണ് അടുത്തത് ലോവസ്റ്റ് വാല്യൂ എന്ന് കണ്ടു. അപ്പൊ D4ലെ ഡിമാൻഡ് എത്ര? 6. ഇനി O2 എന്ന് പറയുന്ന റോല് എടുത്തു കൊടുക്കാൻ സപ്ലൈ ഉണ്ടോ നോക്കുമ്പോൾ 8 ഉണ്ട്, ഡിമാൻഡ് 6 ഉള്ളൂ. അപ്പൊ നമ്മൾ D4 O2ല് 6 അലോട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കാണിക്കും. ഇനി D4ല് വാല്യൂ 6, ഡിമാൻഡ് 6 ഉണ്ടായിരുന്നുള്ളൂ. 6ഉം കൊടുത്തതിന് D4 ഉണ്ടാവോ? ഇല്ല. അടുത്ത അലോക്കേഷൻ ടേബിൾ 3 വരക്കും. D2 D3 മാത്രമേ ഉണ്ടാവുള്ളൂ. O1 O2 O3 ഉണ്ടാവും. അടുത്ത മിനിമം വാല്യൂ നോക്കും. 2 3 3 2 2 2 മിനിമം വാല്യൂ 2 ആണ്. ഫസ്റ്റ് വാല്യൂ ആയ 2 നമ്മൾ എടുക്കും. D2 O1 എന്ന് പറയുന്ന ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത പാട് നോക്കേണ്ടത് ഡിമാൻഡ് എത്രയാണെന്ന് നോക്കാം. D2യുടെ ഡിമാൻഡ് 6 ആണ്. ഇനി സപ്ലൈ എടുത്തു കൊടുക്കാൻ സപ്ലൈ ഉണ്ടോ നോക്കാം. ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ 6 എടുത്തു കൊടുത്ത് അവിടെ D2 O1 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ 6 റൗണ്ട് ചെയ്ത്. അപ്പൊ D2 എന്ന് പറയുന്ന D2 എന്ന് പറയുന്ന കോളത്തിൽ ഡിമാൻഡ് 6 ഉണ്ടായിരുന്നു. ഡിമാൻഡ് മുഴുവൻ എടുത്തു കൊടുത്ത്. ഇനി ഡിമാൻഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ D2 എന്ന് പറയുന്ന കോളം ക്യാൻസൽ ആയി. ഇനി O1 എന്ന് പറയുന്ന സെല്ല് നോക്കാം. O1ൽ സപ്ലൈ 6 ഉണ്ടായിരുന്നു. സപ്ലൈ 6 എടുത്തു കഴിഞ്ഞ്. ഇനി O1 എന്ന് പറയുന്ന റോ ഉണ്ടാവില്ല. O1ഉം ക്യാൻസൽ ആയി. അപ്പൊ D2 ക്യാൻസൽ ആയി, O1ഉം ക്യാൻസൽ ആയി. ഇനി അലോക്കേഷൻ ടേബിള് 4 വരക്കുമ്പോൾ എന്തേ ഉള്ളൂ? D3 എന്ന് പറയുന്ന ഒറ്റ കോളും O2 എന്ന് പറയുന്ന O3 എന്ന് പറയുന്ന 2 സെല്ലും. ഇനി D3 എന്ന് പറയുന്ന കോളത്തില്
നോക്കുക, കോളത്തിന്റെ ഡിമാൻഡ് 8 ആണ്. ആ 8 ഡിമാൻഡ് മേക്കപ്പ് ചെയ്യാൻ ഫസ്റ്റ് D3O2 എന്ന് പറയുന്ന സെല്ലിൽ ആകെ സപ്ലൈയിൽ 2 ഉള്ളൂ. അപ്പൊ 2 ആദ്യം അലോട്ട് ചെയ്യും. ഇനി അടുത്തത് ഇനി 6 കൂടി വേണം. 2 കൊടുത്താൽ 6 കൂടി വേണ്ടേ ഡിമാൻഡ് മേക്കപ്പ് ചെയ്യാൻ. അപ്പോൾ D3O3 എന്ന് പറയുന്ന സെല്ലിൽ ബാലൻസ് എത്ര 6 ഉണ്ട്. അപ്പൊ ആ 6 അലോട്ട് ചെയ്യും. അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലോക്കേഷൻ ടേബിൾ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ വരയ്ക്കും. ഓരോന്നിലും നമ്മൾ മാർക്ക് ചെയ്ത് D1O3 ആദ്യം 4 മാർക്ക് ചെയ്ത് അത് അങ്ങനെ തന്നെ കാണിക്കും. ഇനി D4O2 നമ്മൾ 6 മാർക്ക് ചെയ്ത് അങ്ങനെ തന്നെ കാണിക്കും. വാല്യൂ അങ്ങനെ തന്നെ ഇടണേ, ആദ്യം ടേബിൾ അങ്ങനെ തന്നെ വരയ്ക്കുക ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ. നെക്സ്റ്റ് D2O1 6 അലോട്ട് ചെയ്ത് അത് റൗണ്ട് ചെയ്ത്, D3O2 2 അലോട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത്, D3O3 6 അലോട്ട് ചെയ്ത് അത് റൗണ്ട് ചെയ്ത്. ഡിമാൻഡ് സപ്ലൈ 24. ഇനി അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എത്രയുണ്ട് നോക്കുക, ഓരോന്നിലെയും വാല്യൂ. സോ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓരോ സെല്ലിലെയും വാല്യൂ എടുക്കും. 0 × 4 പ്ലസ് 2 × 6 പ്ലസ് 2 × 2 പ്ലസ് 6 × 2 പ്ലസ് 6 × 0 28 കിട്ടും. ലീസ്റ്റ് കോസ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് എടുക്കുക. കുറഞ്ഞ കോസ്റ്റ് 28 ആണ്. ദെൻ നെക്സ്റ്റ് തേർഡ് മെത്തേഡാണ് നമ്മളെ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലെ തേർഡ് മെത്തേഡാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. This method is based on the concept of opportunity cost. Opportunity cost is the cost incurred for foregone opportunities or penalties. അപ്പോൾ മൂന്നാമത്തെ ഇനീഷ്യൽ സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷനിലെ മൂന്നാമത്തെ മെത്തേഡാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസിന്റെ അപ്രോക്സിമേഷൻ മെത്തേഡാണ് അദ്ദേഹം പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഫോർഗോൺ ഓപ്പർച്യൂണിറ്റീസ് ഓർ പെനാലിറ്റി. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഫ്യൂച്ചർ കോസ്റ്റിന് അല്ലെ പെനാൽറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതിന് ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. അതിന് നാല് സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് ഒന്ന് വേഗം പറയാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഫസ്റ്റ് ഫൈൻഡ് ദ പെനാലിറ്റി കോസ്റ്റ്, നെയിംലി ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോളസ്റ്റ് ആൻഡ് നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റ് ഇൻ ഈച്ച് റോ ആൻഡ് കോളംസ്. Second, among the penalty found the step 1, select the maximum penalty. Third, from selected columns or rows, find out the cell which is having the lowest cost. Fourth, column or rows which is the used is to be deleted. ഇത്രയാണ്. ബാക്കി അതിൻ്റെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം. ഇന്നത്തെ ക്ലാസ് ഒന്ന് റിവ്യൂ ചെയ്യാം. സെക്കൻഡ് ലീസ്റ്റ് ഇനീഷ്യൽ കോസ്റ്റ് മെത്തേഡാണ് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ഓർ മാക്സിമിൻ മെത്തേഡ്. ഇറ്റ് ഈസ് എ ബെറ്റർ സൊല്യൂഷൻ ദാൻ ദ ഏർലിയർ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് അലോക്കേഷൻസ് are made in the cell with the smallest unit cost. It reduces the computation as well as the amount of time necessary to arrive at the optimal solution. Steps. First step, select the cell with the lowest transportation cost, all the rows or columns of transportation table. Second, if there are two lowest same cost, we can select the cell for allocation arbitrarily among the lowest cost cell. Third, assign maximum unit in the lowest cost cell, eliminate that columns or row. Fourth, consider the reduced matrix table and select another lowest cost cell. Fifth, continue this process till the available quantities are exhausted. Then first question, find the initial feasible solution to following transportation problem by using the lowest cost. നമ്മൾ ആദ്യം ടേബിൾ എടുക്കും. ടേബിളിലെ ലോവസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യും. ആ സെല്ലിലെ ഡിമാൻഡും സപ്ലൈയും നോക്കും. ആ സപ്ലൈ ഡിമാൻഡിൽ മിനിമം വാല്യൂ എടുക്കും. എന്നിട്ട് അലോക്കേഷൻ ടേബിൾ ഫസ്റ്റ് വരക്കും. എന്നിട്ട് ആ മിനിമം വാല്യൂ ആ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൽ അലോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് സെലക്ട് ചെയ്ത ടെല്ലിൽ അലോട്ട് ചെയ്തിട്ട് ആ സെല്ല് ആ കോളം അല്ലെങ്കിൽ റോ, ഇവിടെ കോളമാണ് D1 എന്ന് പറയുന്ന കോളം എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് ചെയ്ത് അടുത്ത നമ്മൾ ലോവസ്റ്റ് സെല്ല് ഏതാന്ന് സെലക്ട് ചെയ്യും. അപ്പൊ D4O2 ആണ് ഈ ക്വസ്റ്റ്യനിൽ, അത് സെലക്ട് ചെയ്യും. എന്നിട്ട് എലിമിനേറ്റ് ചെയ്ത കോളം ഒഴിച്ച് ബാക്കിയുള്ള കോളം D2, D3, D4 കോളം നമ്മൾ O1, O2, O3 റോയും സെലക്ട് ചെയ്യും. എന്നിട്ട് D4 നമ്മൾ D4O2 എന്ന് പറയുന്ന സെല്ലിൽ 6 എന്ന് പറയുന്ന ഡിമാൻഡ് അലോട്ട് ചെയ്യും. അലോട്ട് ചെയ്താൽ D4 എന്ന് പറയുന്ന കോളം ഡിലീറ്റ് ചെയ്യും. തന്നെ D2ഉം D3 ഉണ്ടാവും. O1, O2, O3 എന്ന് പറയുന്ന 3 റോസ് ഉണ്ടാവും. നെക്സ്റ്റ് ലീസ്റ്റ് ആയിട്ടുള്ളതിൽ 4 ഒരേ വാല്യൂ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ഉള്ള വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ D2O1 ആണ്. അവിടെ ഡിമാൻഡ് 6 ആണ്. ഡിമാൻഡ് 6 കൊടുക്കും, സപ്ലൈ 6 കൊടുക്കും. അപ്പോൾ D2 എന്ന് പറയുന്ന കോളം ഡിലീറ്റ് ചെയ്യും, O3 എന്ന് പറയുന്ന റോ ഡിലീറ്റ് ചെയ്യും.
അതിനുശേഷം അലോക്കേഷൻ ടാബിൾ 4 വരക്കും. 4ൽ D3 എന്ന് പറയുന്ന ഒറ്റ കോളവും O2 എന്ന് പറയുന്ന O3 എന്ന് പറയുന്ന 2 റോസും ഉണ്ടാവും. അപ്പോൾ 8 ആണ് ഡിമാൻഡ് മീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് O2ഉം O3യും 2 കോളവും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഈക്വൽ ആവും. ലാസ്റ്റ് നമ്മൾ അലോക്കേഷൻ ടാബിൾ അല്ലെ ഡെസ്റ്റിനേഷൻ വരക്കും. എവിടെയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഡെസ്റ്റിനേഷനിൽ റൗണ്ട് ചെയ്തിട്ടുള്ള ഐറ്റം ഒക്കെ ആഡ് ചെയ്താൽ 24 കിട്ടണം. എന്നിട്ട് ആ റൗണ്ട് ചെയ്ത ഐറ്റവും ആ ഒരു സെല്ലിലുള്ള കോസ്റ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടും. സോ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 28 കിട്ടും. നെക്സ്റ്റ് തേർഡ് ഇനീഷ്യൽ ഒപ്റ്റിമം കോസ്റ്റ് മെത്തേഡാണ്. ഒപ്റ്റിമം സൊല്യൂഷൻ ആണ് വോൾഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ ഇൻഗേർഡ് ഓപ്പർച്യൂണിറ്റീസ് ഓർ പെനാൽറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അതിൻ്റെ സ്റ്റെപ്സ് ബാക്കി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക്